വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് 2-3 ലിപ്സ്റ്റിക് ഷെയ്ഡുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അതിൽ നമ്മളെ ആദ്യത്തേത് മെബിലൈൻ്റെ ഇങ്ക് ക്രയോൺ എന്ന ലിപ്സ്റ്റിക്കാണ്. നല്ല ലിപ്സ്റ്റിക്കാണ്, നല്ല സ്മെല്ലുമാണ്. പക്ഷേ ഇത് എനിക്ക് ചേരാത്ത തരത്തിലുള്ള ഒരു കളറാണ്. ഡസ്കി സ്കിൻ ടോണുകാർക്ക് ഇത് മാച്ച് ആവത്തില്ല. നല്ല ഫെയർ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്. എനിക്ക് ചേരാത്ത ഷെയ്ഡൊന്നും വാങ്ങിക്കാറില്ല. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ്. അതുകൊണ്ട് ഞാനത് സൂക്ഷിച്ച് വെച്ചു എന്നേ ഉള്ളൂ. ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ഓസം, നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പം ഇത് ഞാനൊന്ന് ഇട്ട് കാണിക്കാം. കണ്ടോ എങ്ങനെയുണ്ട്? നല്ല ഫെയർ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു കളറാണ്. ഒരു മീഡിയം സ്കിൻ ടോണുകാർക്ക് ചേരുന്നില്ല എന്നേ ഉള്ളൂ. എന്നാലും കുറച്ച് ബ്രൈറ്റ് സ്കിൻ ടോണൊക്കെ ആണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. താല്പര്യമുള്ളവർ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ആദ്യത്തെ ലിപ്സ്റ്റിക്ക്. ഇതിൻ്റെ ഷെയ്ഡ് 35 ആണ്. ഞാൻ ഡീറ്റെയിൽ കൊടുത്തേക്കാം. അപ്പം അടുത്ത ഷെയ്ഡ് വന്നിട്ട് ലാക്മേയുടെ ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് 15 ആണ്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടോ? നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്നത് എനിക്ക് ഇങ്ങനത്തെ ഷെയ്ഡുകളൊക്കെയാണ്. കണ്ടോ? ഇതൊരു മീഡിയം സ്കിൻ ടോണുകാർക്കൊക്കെ ചേരുന്ന ഒരു ഷെയ്ഡാണ്. ഭയങ്കര നല്ല പിഗ്മെൻറ്റഡ് ആണ്. ട്രാൻസ്ഫർ പ്രൂഫ് ഒന്നുമല്ല. പിന്നെന്താ, നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് കാണാം. അടുത്തതും ലാക്മേയുടെ തന്നെ ഫോറെവർ ലിക്വിഡ് ലിപ്സ്റ്റിക് തന്നെയാണ്. ഷെയ്ഡ് നമ്പർ വന്നിട്ട് 30. ഓക്കെ, ഇത് നമുക്ക് ഇനി ഇട്ട് നോക്കാം. കണ്ടോ? വളരെ നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാട്ടോ ഇപ്പോൾ കാണിച്ച 2 ഷെയ്ഡും. മൂന്നിൻ്റെ ഡീറ്റെയിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ആദ്യത്തെ കളർ നല്ല ഫെയർ ആയിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര ഭംഗിയായിരിക്കും. ബാക്കിയുള്ള 2 എണ്ണം ഒരു മീഡിയം സ്കിൻ ടോണുകാർക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നേ എൻ്റെ സംസാരത്തിൽ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം. മനഃപൂർവ്വം വരുന്നതല്ല, ഓട്ടോമാറ്റിക്കലി വരുന്ന സംഭവങ്ങളാണ്. നിങ്ങൾ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം. ഞാൻ മാറ്റാൻ ശ്രമിക്കാം. ഞാൻ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചില സമയത്ത് റിപ്പീറ്റേഷൻ വരുന്നുണ്ടെന്ന്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം നല്ലൊരു പ്രോഡക്റ്റും നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ലവ് യു ഓൾ. താങ്ക് യു.